ഹലോ എവ്രി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ക്ലാസ് 3 മലയാളം എക്സാമാണ് നാളെ. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കിഡ്സ് ഏരിയ ഓൺലൈൻ മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. വെക്കേഷനിൽ തുടങ്ങിയ ബാച്ചസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ടാകുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. മലയാളം റീഡിംഗ് റൈറ്റിംഗ് കോഴ്സിനാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ നൽകുന്നുണ്ട്. ലൈവ് ട്യൂഷനാണ്, ഓൺലൈൻ ക്ലാസ് ആണ്. താല്പര്യമുള്ളവർ അതിനും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വായിക്കാം എഴുതാം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം വരുന്നുണ്ടാവുക. പുലർക്കാലത്തെ ഇളം വെയിൽ പരന്നപ്പോൾ രാഹുൽ ഉണർന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നാട്ടിടവഴി മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുകയാണ്. തൊടിയിലെ തുമ്പച്ചെടികളിൽ മുത്തുമണികൾ പോലെ മഞ്ഞുതുള്ളികൾ തിളങ്ങി നിന്നു. അണ്ണാറക്കണ്ണന്മാർ മാവിൻ കൊമ്പിലൂടെ ഓടി നടന്ന് കളിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കൂട്ടം വർണ്ണത്തുമ്പികൾ പാറിപ്പറന്നെത്തി ചെമ്പരത്തിപ്പൂക്കൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയത്. തണുത്ത കാറ്റേറ്റ് മരങ്ങളുടെ ഇലകൾ താളത്തിൽ കൈയടിക്കുന്നത് പോലെ തോന്നി. പ്രകൃതിയുടെ ഈ ഭംഗി കണ്ട് രാഹുലിന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളാണുള്ളത്. മുത്തുമണികൾ പോലെ തിളങ്ങി നിന്നത് എന്താണ്? തുമ്പപ്പൂക്കൾ, മഞ്ഞുതുള്ളികൾ, ഇളം വെയിൽ, മഴത്തുള്ളികൾ. എന്താണ് മുത്തുമണി പോലെ തിളങ്ങി നിന്നത്? എന്താണ് മുത്തുമണി പോലെ തിളങ്ങി നിന്നത്? മുത്തുമണികൾ പോലെ തിളങ്ങി നിന്നത് മഞ്ഞുതുള്ളികളാണ് കേട്ടോ. ടീച്ചറുടെ മഴത്തുള്ളികളെന്ന കൊടുത്ത മഴത്തുള്ളികളല്ല, മഞ്ഞുതുള്ളികൾ. ആൻസർ മഞ്ഞുതുള്ളികൾ. ടീച്ചറിന് തെറ്റിപ്പോയതാണ്, മഞ്ഞുതുള്ളികളാണ് കേട്ടോ ശരി ഉത്തരം. ബി ക്വസ്റ്റ്യൻ, നാട്ടിടവഴി എന്ന അർത്ഥത്തിൽ വരുന്ന വാക്ക് കണ്ടെത്തുക. നാട്ടിടവഴി എന്ന അർത്ഥത്തിൽ വരുന്ന വാക്ക് ഏതാണ്? നാട്ടിടവഴി, ഇടവഴി, വഴിത്താര അല്ലെങ്കിൽ ഇടവഴി. ഇതാണ് ശരി ഉത്തരം. ഇവിടെ മഞ്ഞുതുള്ളികളാണ്. മുത്തുമണികൾ പോലെ മഞ്ഞുതുള്ളികൾ തിളങ്ങി നിന്നു. ടീച്ചർ ടിക്കറ്റപ്പോൾ മാറിപ്പോയതാണ്. ഇലകൾ താളത്തിൽ കൈയടിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇലകൾ താളത്തിൽ കൈയടിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? കാറ്റിൽ ഇലകൾ ചലിക്കുന്നതാണ് ഇലകൾ താളത്തിൽ കൈയടിക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്. കാറ്റിൽ ഇലകൾ ചലിക്കുന്നത്. മാവിൻ കൊമ്പിലൂടെ ഓടി നടന്ന് കളിച്ചത് ആരെല്ലാം? മാവിൻ കൊമ്പിലൂടെ ഓടി നടന്ന് കളിച്ചത് ആരെല്ലാം? ആരാണ് മാവിൻ കൊമ്പിലൂടെ ഓടി നടന്നത്? അണ്ണാറക്കണ്ണന്മാർ. ആരായിരുന്നു? അണ്ണാറക്കണ്ണന്മാർ. ഈ ക്വസ്റ്റ്യൻ, വർണ്ണത്തുമ്പികൾ വട്ടമിട്ട് പറന്നത് എന്തിനു ചുറ്റുമാണ്? വർണ്ണത്തുമ്പികൾ പാറിപ്പറന്നത് എന്തിനു ചുറ്റുമാണ്? ചെമ്പരത്തിപ്പൂക്കൾക്ക് ചുറ്റുമാണ്. ചെമ്പരത്തിപ്പൂക്കൾക്ക്. ഇതിൻ്റെ ഉത്തരമെല്ലാം അവിടെ തന്നെ നൽകിയിട്ടുണ്ട്, ആ ഖണ്ഡികയിൽ തന്നെയുണ്ട്. നിങ്ങൾ നല്ലതുപോലെ വായിക്കുക. 2-3 പ്രാവശ്യം തന്നെ വായിക്കുക കേട്ടോ. വായിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയും. ഇനി അനുഭവ വിവരണം എഴുതുക. ഈ വർഷം സ്കൂളിലേക്കുള്ള കൂട്ടുകാരുടെ വരവ് ഗംഭീരമായിരുന്നില്ലേ? എന്തെല്ലാം പരിപാടികളായിരുന്നു പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരുക്കിയിരുന്നത്? അവധിക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത്? സ്കൂളിൽ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരം അല്ലെങ്കിൽ സംഭവം എന്തായിരുന്നു? ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഈ വർഷത്തെ ആദ്യ സ്കൂൾ ദിനാനുഭവം വിവരണമായി എഴുതൂ. അനുഭവ വിവരണം എഴുതാനാണ്. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന ദിവസമായതിനാൽ ഞാൻ അതിരാവിലെ തന്നെ സന്തോഷത്തോടെ ഉണർന്നു. വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന ദിവസമായതിനാൽ ഞാൻ അതിരാവിലെ തന്നെ സന്തോഷത്തോടെ ഉണർന്നു. പുതിയ കുപ്പായവും പുതിയ ബാഗുമായി ഞാൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു. പുതിയ കുപ്പായവും പുതിയ ബാഗുമായി ഞാൻ സ്കൂളിലേക്ക് പുറപ്പെട്ടു. സ്കൂൾ കവാടത്തിൽ വർണ്ണ ബലൂണുകളും തോരണങ്ങളും കൊണ്ട് മനോഹരമായ അലങ്കാരങ്ങൾ ഒരുക്കിയിരുന്നു. സ്കൂൾ കവാടത്തിൽ വർണ്ണ ബലൂണുകളും തോരണങ്ങളും കൊണ്ട് മനോഹരമായ അലങ്കാരങ്ങൾ ഒരുക്കിയിരുന്നു. അധ്യാപകർ ഞങ്ങളെ മധുരം നൽകി സ്നേഹത്തോടെ സ്വീകരിച്ചു. അധ്യാപകർ ഞങ്ങളെ മധുരം നൽകി സ്നേഹത്തോടെ സ്വീകരിച്ചു. പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കൂട്ടുകാരുടെ മനോഹരമായ പാട്ടും നൃത്തവും ഉണ്ടായിരുന്നു. പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരുടെ മനോഹരമായ പാട്ടും നൃത്തവും ഉണ്ടായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ വലിയ സന്തോഷം തോന്നി. വളരെ നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ട കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞങ്ങൾ അവധിക്കാലത്തെ യാത്രകളെക്കുറിച്ചും കളികളെക്കുറിച്ചും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു.
അവധിക്കാലത്തെ യാത്രകളെക്കുറിച്ചും കളികളെക്കുറിച്ചും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. സ്കൂളിൽ ഒരുക്കിയ വർണ്ണ കമാനങ്ങളും വലിയ കാർട്ടൂൺ രൂപങ്ങളുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച. സ്കൂളിൽ ഒരുക്കിയ വർണ്ണ കമാനങ്ങളും വലിയ കാർട്ടൂൺ രൂപങ്ങളുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച. ഈ ആദ്യ ദിനം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അവസാനം എങ്ങനെ എഴുതുക? ഈ ആദ്യ ദിനം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഒരു അനുഭവം നിങ്ങൾ ആദ്യമായിട്ട് ഈ വർഷം ആദ്യമായി സ്കൂളിൽ പോയപ്പോൾ, അവധി കഴിഞ്ഞ് സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവ വിവരണം എഴുതാനായിരുന്നു ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടെന്നൊരു ആശയം കിട്ടിയില്ലേ? എഴുതില്ലേ ഇതുപോലെ? ആദ്യം എന്ത് ചെയ്യണം? വേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന ദിവസമായതിനാൽ ഞാൻ അതിരാവിലെ എഴുന്നേറ്റു. പുതിയ കുപ്പായമിട്ട് പുതിയ ബാഗുമായി പുതിയ കുടയുമായി ഞാൻ സ്കൂളിലേക്ക് പോയി. സ്കൂൾ കവാടത്തിൽ വർണ്ണ ബലൂണുകളും തോരണങ്ങളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരുന്നു. അധ്യാപകർ ഞങ്ങൾക്ക് മധുരം നൽകി സ്വീകരിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് അവിടെ സ്കൂളിൽ കൂട്ടുകാരുടെ പാട്ടും നൃത്തവും ഉണ്ടായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം കൂട്ടുകാരെ കണ്ടുമുട്ടിയപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞങ്ങൾ അവധിക്കാലത്തെ യാത്രകളെക്കുറിച്ചും ഞങ്ങൾ കളിച്ച കളികളെക്കുറിച്ചും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. ഇനി ഇഷ്ടപ്പെട്ട കാഴ്ച എന്തായിരുന്നു? സ്കൂളിൽ ഒരുക്കിയ വർണ്ണ കമാനങ്ങളും വലിയ കാർട്ടൂൺ രൂപങ്ങളുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച. ഈ ആദ്യ ദിനം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായ ഒരു അനുഭവമായിരുന്നു. മനസ്സിലായോ? മനസ്സിലായി. ഇനി ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം നിങ്ങൾ പഠിച്ചു വെച്ചിങ്ങനെ. പ്രധാനമായിട്ടും അർക്കൻ. അർക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനാണ് കേട്ടോ. അർക്കൻ സൂര്യൻ. അർക്കൻ സൂര്യൻ. തരുക്കൾ എന്ന് പറഞ്ഞാൽ മരങ്ങൾ. തരുക്കൾ മരങ്ങൾ. തരുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? മരം. തരു മരമാണ് കേട്ടോ. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പോൾ അർക്കൻ എന്നതിന് മറ്റൊരു പദം, അല്ലെങ്കിൽ സൂര്യൻ എന്നതിന് മറ്റൊരു പദം കണ്ടെത്തി എഴുതാൻ പറഞ്ഞാൽ എന്താണ്? അർക്കൻ. എന്താ? അർക്കൻ. പിന്നെ ശാഖ എന്ന് പറഞ്ഞാൽ അറിയാലോ. ശാഖ കൊമ്പ്. മരത്തിന്റെ ശാഖ. ഓക്കെ, കൊമ്പുകളോട് കൂടിയ മരം. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെയാണോ സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ അരി എറിഞ്ഞാൽ 1000 കാക്ക എന്ന അതിനെ വിവരിച്ചെഴുതുക എന്ന് പറഞ്ഞ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത്? എന്തെങ്കിലും നേട്ടം, കാക്കയുടെ വരവിനെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നതല്ലേ. എന്തെങ്കിലും നേട്ടമോ ലാഭമോ ഉള്ള സ്ഥലത്തേക്ക് ആളുകൾ കൂട്ടത്തോടെ ഓടിയെത്തുന്നതിനെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും നേട്ടമോ ലാഭമോ ഉള്ള സ്ഥലത്തേക്ക് ആളുകൾ കൂട്ടത്തോടെ ഓടിയെത്തുന്നതിനെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും നേട്ടമോ ലാഭമോ ഉള്ള സ്ഥലത്തേക്ക് ആളുകൾ കൂട്ടത്തോടെ ഓടിയെത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെ കുറിച്ചാണോ പറയുന്നേ? അല്ല. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പെട്ടെന്നുണ്ടാകുന്ന ബഹളത്തെയും ഒച്ചപ്പാടിനെയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന ബഹളത്തെയും ഒച്ചപ്പാടിനെയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാന്തമായിരുന്ന ഒരു കൂട്ടത്തിൽ പെട്ടെന്ന് വലിയ ഇളക്കമുണ്ടാകുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. മറ്റൊരു രീതിയിൽ എങ്ങനെ പറയാം? ശാന്തമായിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരു ഇളക്കമുണ്ടാകുക. ഏറ്റവും നല്ലത് ആദ്യത്തേതാണ് കേട്ടോ പറയാൻ. ശാന്തമായിട്ടിരുന്ന സ്ഥലത്ത് പെട്ടെന്നുണ്ടാകുന്ന ബഹളത്തെയും ഒച്ചപ്പാടിനെയുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേട്ടമോ ലാഭമോ ഉള്ള സ്ഥലത്തേക്ക് ആളുകൾ കൂട്ടത്തോടെ ഓടിയെത്തുന്നത്. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ബഹളത്തെയും ഒച്ചപ്പാടിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, രണ്ടും മനസ്സിലായോ? ഇതുപോലെ ചിലപ്പോൾ ചോദിക്കും, ഒരു പഴഞ്ചൊല്ല് തന്നിട്ട് എൻ്റെ അർത്ഥം പറയും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പഴഞ്ചൊല്ല് എഴുതിയിട്ട് അർത്ഥം എഴുതാൻ പറയും. എങ്ങനെയായാലും ഇതിലേതെങ്കിലും ഒന്ന് 2-3 പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? ഒത്തുപിടിച്ചാൽ മലയും പോരും. എത്ര വലിയ പ്രയാസമുള്ള കാര്യവും ഒന്നിച്ച് ചെയ്താൽ എളുപ്പത്തിൽ സാധിക്കാം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. എത്ര വലിയ പ്രയാസമുള്ള കാര്യവും ഒന്നിച്ച് ചെയ്താൽ എളുപ്പത്തിൽ സാധിക്കാം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. കൂട്ടായ്മയുടെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. കൂട്ടായ്മയുടെ ശക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന അർത്ഥത്തിൽ മറ്റൊരു പഴഞ്ചൊല്ലാണ് ഏത്? ഒരുമ തന്നെ പെരുമ. ഒരുമ തന്നെ പെരുമ എന്നത് അതാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒരുമ തന്നെ പെരുമ, ഇത് രണ്ടിൻ്റെ അർത്ഥം ഒന്നാണേ. അപ്പോൾ ഒരുമ തന്നെ പെരുമ എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം പോലെ വരുന്ന മറ്റൊരു പഴഞ്ചൊല്ല് എഴുതാൻ പറഞ്ഞാൽ ഒത്തുപിടിച്ചാൽ മലയും പോരും. ഒരുമ തന്നെ പെരുമ എന്നതാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂട്ടായ്മയുടെ ശക്തി, ഐക്യം. ഐക്യമാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുമ്പോഴാണ് വിജയവും മഹത്വവും ഉണ്ടാകുന്നത്. എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുമ്പോഴാണ് വിജയവും
മഹത്വവും ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര വലിയ പ്രയാസമുള്ള കാര്യം ഒന്നിച്ച് ചെയ്താൽ എളുപ്പത്തിൽ സാധിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഉറുമ്പ് കൊണ്ടുവരുന്നത്, ഉറുമ്പ് അരിമണി കൊണ്ടുവരുമ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്താ, ഉറുമ്പൊരു സാധനം ഒരുമിച്ച് കൊണ്ടുവന്നാൽ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ പുസ്തകത്തിൽ പിക്ചറില്ലേ? യെസ്. അപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒരുമ തന്നെ പെരുമ, ഇത് രണ്ടും ഒന്നാണ്. ഇതുപോലെ വരുന്ന ഒന്ന് എഴുതാൻ പറഞ്ഞാൽ ഇതിലേതെങ്കിലും നിങ്ങൾ മറമാറിയും തിരിഞ്ഞൊക്കെ എഴുതട്ടെ. ഇത് ചോദിച്ചാൽ ഇത് എഴുതുക, ഇത് ചോദിച്ചാൽ ഇത് എഴുതുക. ഓക്കെ. കാടരിക സ്കൂളിൽ നടന്ന കലോത്സവം കണ്ട കുഞ്ഞരിപ്രാവ് കാട്ടിൽ തിരിച്ചെത്തി. സായാഹ്ന സഭയിൽ രാജാവിനോട് ആ കാഴ്ചകൾ വിവരിക്കുന്നു. കുഞ്ഞരിപ്രാവ് നടത്തിയ ഈ വിവരണം തയ്യാറാക്കുക. അപ്പോൾ കാടരിക സ്കൂളിൽ നടന്ന കലോത്സവം കണ്ട കുഞ്ഞരിപ്രാവ് കാട്ടിൽ തിരിച്ചെത്തി. സായാഹ്ന സഭയിൽ വൈകുന്നേരം എല്ലാവരും ഒത്തുകൂടിയിരുന്നപ്പോൾ രാജാവിനോട് ആ കാഴ്ചകൾ വിവരിക്കുന്നു. നാട്ടിൽ കണ്ട ഉത്സവത്തിൻ്റെ കാഴ്ചകൾ, സ്കൂൾ കലോത്സവത്തിൻ്റെ വിവരങ്ങൾ വിവരിക്കുകയാണ്. കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം തയ്യാറാക്കുക. എങ്ങനെ തയ്യാറാക്കാം? കുഞ്ഞരിപ്രാവ് കണ്ട കലോത്സവം. വിവരണത്തിന് ഹെഡിങ് കൊടുത്തു, കുഞ്ഞരിപ്രാവ് കണ്ട കലോത്സവം. മഹാരാജാവേ, ഞാൻ കാടരിക സ്കൂളിൽ ഒരു കലോത്സവം കണ്ടു. സ്കൂൾ ഗ്രൗണ്ട് നിറയെ കുട്ടികളുണ്ടായിരുന്നു. കണ്ടാൽ ഒരു പൂന്തോട്ടം പോലെ തോന്നുമായിരുന്നു. സ്റ്റേജിൽ നല്ല പാട്ടു മത്സരം നടന്നു. കുട്ടികളെല്ലാവരും കൈയടിച്ച് സന്തോഷിച്ചു. ഒപ്പന, മിമിക്രി, ഡാൻസ്, തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം വലിയ ഉല്ലാസത്തിലായിരുന്നു. ഇതേപോലെ ഒരു കലോത്സവം നമ്മുടെ കാട്ടിൽ നടത്തിയാൽ എല്ലാവർക്കും വലിയ സന്തോഷമാകും. അപ്പോൾ കുഞ്ഞരിപ്രാവ് എങ്ങനെയാണ് അത് പറഞ്ഞിട്ടുണ്ടാവുക? അതിൻ്റെ ഒരു വിവരണം എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാ? കുഞ്ഞരിപ്രാവ് കണ്ട കലോത്സവം എങ്ങനെയാ? മഹാരാജാവേ, ഞാൻ കാടരിക സ്കൂളിൽ ഒരു കലോത്സവം കണ്ടു. സ്കൂൾ ഗ്രൗണ്ട് നിറയെ കുട്ടികളുണ്ടായിരുന്നു. കണ്ടാൽ ഒരു പൂന്തോട്ടം പോലെ തോന്നുമായിരുന്നു. സ്റ്റേജിൽ നല്ല പാട്ടു മത്സരം നടന്നു. കുട്ടികളെല്ലാവരും കൈയടിച്ച് സന്തോഷിച്ചു. ഒപ്പന, മിമിക്രി, ഡാൻസ്, തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം വലിയ ഉല്ലാസത്തിലായിരുന്നു. ഇതേപോലെ ഒരു കലോത്സവം നമ്മുടെ കാട്ടിൽ നടത്തിയാൽ എല്ലാവർക്കും വലിയ സന്തോഷമാകും. ഓക്കെ, ഇനി ഇത് കുഞ്ഞരിപ്രാവ് എങ്ങനെയായിരിക്കും വ്ലോഗായിട്ട് ചെയ്യുക? പ്രിയരെ, ഞാൻ കാടരിക സ്കൂളിൽ നിൽക്കുവാണ്. ഇവിടെ കലോത്സവം നടക്കുവാണ്. സ്കൂൾ ഗ്രൗണ്ട് നിറയെ കുട്ടികളാണ്. ഇവിടെ കണ്ടാൽ ഒരു പൂന്തോട്ടം പോലെ തോന്നും. സ്റ്റേജിൽ പാട്ട് മത്സരം നടക്കുകയാണ്. കുട്ടികളെല്ലാവരും കൈയടിച്ച് സന്തോഷിക്കുന്നു. മറ്റ് സ്റ്റേജുകളിൽ ഒപ്പന, മിമിക്രി, ഡാൻസ്, തിരുവാതിരക്കളി തുടങ്ങിയ പരിപാടി നടക്കുന്നുണ്ട്. കുട്ടികളെല്ലാവരും ഉത്സാഹത്തിലാണ്, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക? വ്ളോഗ് ചെയ്യുക അല്ലേ? വ്ളോഗ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ വ്ളോഗ് ആയാലും നിങ്ങൾ ആ ഒരു രീതിയിൽ എഴുതുക, വിവരണമാണെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതുക. ഓക്കെ. കലോത്സവത്തിലെ ഓരിയിടൽ മത്സരത്തിനുള്ള നിയമാവലി തയ്യാറാക്കുക. ഏതെങ്കിലും ഒരു മത്സരത്തിന് നിയമാവലി തയ്യാറാക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എഴുതാൻ പറഞ്ഞാൽ ഈ ഓരിയിടൽ മത്സരത്തിന് വേണ്ടി നിയമാവലി തയ്യാറാക്കാം. കലോത്സവത്തിലെ ഓരിയിടൽ മത്സരത്തിനുള്ള നിയമാവലി. അപ്പോൾ നിയമാവലി, ഒരാൾക്ക് പരമാവധി 2 മിനിറ്റ് സമയം ലഭിക്കും. ഒന്നാമത്തെ നിയമാവലി, ഇതാണ് നിയമാവലി. ഇത് നോക്കിയിട്ടായിരിക്കും മാർക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ മാർക്ക് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ അനുസരിക്കണം എന്നാണ് ആ നിയമാവലി എന്ന് പറയുന്നത്. അപ്പോൾ ഓരിയിടൽ മത്സരത്തിൽ എന്തൊക്കെ അനുസരിക്കണം? ഒന്നാമത്, ഒരാൾക്ക് പരമാവധി 2 മിനിറ്റ് സമയം ലഭിക്കും. 2 മിനിറ്റിന് ശേഷം മത്സരിച്ചാൽ അത് കണക്കാക്കില്ല. ഒരാൾക്ക് പരമാവധി 2 മിനിറ്റ് സമയം ലഭിക്കും. ഏറ്റവും ഉച്ചത്തിലും താളത്തിലും ശബ്ദമുണ്ടാക്കണം. ഏറ്റവും ഉച്ചത്തിലും താളത്തിലും ശബ്ദമുണ്ടാക്കണം. എന്നാൽ മാത്രമേ പ്രൈസ് കിട്ടത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ നിയമാവലി എന്താ? ഏറ്റവും ഉച്ചത്തിലും താളത്തിലും ശബ്ദമുണ്ടാക്കണം. മൂന്നാമത് എന്താ പറയുന്നത്? വിധികർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കും. ഇതെല്ലാത്തിലും എഴുതാം കേട്ടോ. സമയം, ഒന്നാമത് സമയം എഴുതാം. രണ്ടാമത് എന്ത് നോക്കിയാണ് മാർക്ക് കൊടുക്കുന്നത്? ഇവിടെ ഉച്ചവും താളവും നോക്കിയാണ് മാർക്ക് കൊടുക്കുന്നത്. 3, ഇതെല്ലാത്തിലും എഴുതാം. വിധികർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കും. വിധികർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കും എന്നത് എല്ലാത്തിലും നമുക്ക് എഴുതാം. ഏത് നിയമാവലിയിലും എഴുതാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഓരിയിടൽ മത്സരത്തിനുള്ള നിയമാവലിയാണ്. ഒരാൾക്ക് പരമാവധി 2 മിനിറ്റ് സമയം ലഭിക്കും. ഏറ്റവും ഉച്ചത്തിലും താളത്തിലും ശബ്ദമുണ്ടാക്കണം. വിധികർത്താക്കളുടെ തീരുമാനം അന്തിമമായിരിക്കും. ഇനി കാട്ടിൽ നടക്കുന്ന കായികമേളയിൽ എന്തെല്ലാം മത്സരങ്ങളാണ് ഉൾപ്പെടുത്താൻ കഴിയുക? കാട്ടിൽ നടക്കുന്ന കായികമേളയിൽ എന്തെല്ലാം മത്സര ഇനങ്ങളാണ് ഉൾപ്പെടുത്താൻ കഴിയുക? അപ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്താം? മരത്തിൽ കയറ്റം. കുരങ്ങന്മാർക്ക് വേണ്ടി എന്ത് മത്സരം നടത്താം? മരത്തിൽ കയറ്റം മത്സരം നടത്താം. ഇനി ഓട്ടം മത്സരം ആർക്കൊക്കെ വേണ്ടി നടത്താം? മാൻ, മുയൽ, ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാം? ഓട്ടം മത്സരം നടത്താം. മാനുകൾക്ക് എല്ലാവർക്കും ഓട്ടം മത്സരം, മുയലുകൾക്കെല്ലാം ഓട്ടം മത്സരം, അങ്ങനെ. അപ്പോൾ മാൻ, മുയൽ ഇവർക്ക് എന്ത് നടത്താം? ഓട്ടം മത്സരം. ഇനി നീന്തൽ മത്സരം ആർക്കൊക്കെ? താറാവ്, മീൻ ഇവർക്ക് എന്ത് ചെയ്യാം? നീന്തൽ മത്സരം നടത്താം. ഇനി ഹൈ ജമ്പ്, നീളം ചാട്ടം,
കങ്കാരു, തവള ഇവർക്ക് എന്ത് മത്സരം നടത്താം? ഹൈ ജമ്പ് മത്സരം നടത്താം. നമ്മുടെ കങ്കാരുവിന് നീളം ചാട്ട മത്സരം നടത്താം. ഇങ്ങനെ മത്സരം കൊടുക്കാം. ഇനി ഭാരമുയർത്തൽ മത്സരം, ആന, കരടി ഇവർക്ക് എന്താ? ഭാരമുയർത്തൽ മത്സരം കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കായിക ഇനങ്ങളാണ്. മരത്തിൽ കയറ്റം, ഓട്ടം മത്സരം, നീന്തൽ മത്സരം, ഹൈ ജമ്പ്, ഹൈ ജമ്പിന് മറ്റൊരു പേരാണ് നീളം ചാട്ടം, ഭാരമുയർത്തൽ, പാട്ട് മത്സരം, പാട്ട് മത്സരത്തിൽ കുയിലിന് പങ്കെടുക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് ചേർക്കാം. ഡാൻസ് മത്സരം, മയിലിന് ഡാൻസ് മത്സരം, നൃത്ത മത്സരം, ഇതൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കടങ്കഥ. മാനത്ത് ഉള്ള കാഴ്ചകൾ അതാണല്ലോ, അതിൽ നിന്നാണല്ലോ നിങ്ങൾക്ക് കടങ്കഥകളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ടീച്ചർ ആ പാഠവുമായി ബന്ധപ്പെട്ട് കടങ്കഥകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പകൽ മുഴുവൻ വെളിച്ചം തരും, രാത്രിയായാൽ മറഞ്ഞു പോകും, ഞാൻ ആര്? സൂര്യൻ. അപ്പോൾ സൂര്യനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കടങ്കഥ തയ്യാറാക്കാൻ പറഞ്ഞാൽ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ചിലപ്പോൾ ഉത്തരം തന്നിട്ട് ചോദ്യം എഴുതാൻ പറയും, ചിലപ്പോൾ ചോദ്യം തന്നിട്ട് ഉത്തരം എഴുതാൻ പറയും. ചിലപ്പോൾ രണ്ടും ചോദിക്കും. എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യുക? ഉത്തരവും ചോദ്യവും അതുകൊണ്ട് നല്ലതുപോലെ പഠിച്ചിരിക്കുക. ചോദ്യം ചോദിച്ചാൽ ഉത്തരം എഴുതാം, ഉത്തരം തന്നിട്ട് ചോദ്യം എഴുതാൻ പറഞ്ഞാൽ ചോദ്യം എഴുതാം, രണ്ടും ചോദിച്ചാൽ രണ്ടും എഴുതാം. ഓക്കെ, പകൽ മുഴുവൻ വെളിച്ചം തരും, രാത്രിയായാൽ മറഞ്ഞു പോകും, ഞാൻ ആര്? സൂര്യൻ. ആരാ? സൂര്യൻ. പകൽ മുഴുവൻ വെളിച്ചം തരും, രാത്രിയായാൽ മറഞ്ഞു പോകും, ഞാൻ ആര്? സൂര്യൻ. നീലപ്പട്ടു വിരിച്ച തളികയിൽ വാരിയെറിഞ്ഞ വെള്ളിമുത്തുകൾ, നീലപ്പട്ടു വിരിച്ച തളികയിൽ വാരിയെറിഞ്ഞ വെള്ളിമുത്തുകൾ എന്താണ്? നക്ഷത്രം. നീലപ്പട്ടു വിരിച്ച തളികയിൽ വാരിയെറിഞ്ഞ വെള്ളിമുത്തുകൾ നക്ഷത്രങ്ങൾ. ഇനി ആകാശം മുഴുവൻ മഞ്ഞപ്പൂക്കൾ, അതെന്താ? അതും നക്ഷത്രമാണ്. ആകാശത്ത് മുഴുവൻ അല്ലെങ്കിൽ ആകാശത്താകെ മഞ്ഞപ്പൂക്കൾ നക്ഷത്രങ്ങൾ. മഴ കഴിഞ്ഞാൽ മാനത്ത് വിരിയുന്ന 7 നിറമുള്ള പാലം ഏതാണ്? മഴവില്ല്. മഴ കഴിഞ്ഞാൽ മാനത്ത് വിരിയുന്ന 7 നിറമുള്ള പാലം. മഴവില്ലിന് 7 നിറമില്ലേ? അതുകൊണ്ടാണ് കേട്ടോ. പാലം പോലെയല്ലേ, ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ, ഇതുപോലെ. മഴ കഴിഞ്ഞാൽ മാനത്ത് വിരിയുന്ന 7 നിറമുള്ള പാലം മഴവില്ല്. തേഞ്ഞു തേഞ്ഞു തീർന്നു പോകും, വീണ്ടും വീർത്തുരുണ്ടു വരും, ഞാൻ ആര്? ചന്ദ്രൻ. തേഞ്ഞു തീർന്നു പോകും, തേഞ്ഞു തീർന്നു പോകും, വീണ്ടും ഞാൻ വീർത്തു വരും, ഞാൻ ആര്? ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രനെ കുറിച്ച് ചിലപ്പോൾ ഉത്തരം ചോദിക്കാം, അല്ലെങ്കിൽ ചോദ്യം എഴുതാനായിരിക്കും. ചന്ദ്രൻ എന്ന് ഉത്തരം വരുന്ന കടങ്കഥ എഴുതുക, ചന്ദ്രൻ എന്ന് ഉത്തരം വരുന്ന കടങ്കഥ എഴുതുക എന്നായിരിക്കും. തേഞ്ഞു തീർന്നു പോകും, വീണ്ടും വീർത്തുരുണ്ടു വരും, ഞാൻ ആര്? ചന്ദ്രൻ. നീലക്കടലിൽ നീന്തി നടക്കും വെള്ളിയപ്പക്കഷ്ണം ഏതാണത്? എന്താണത്? നീലക്കടലിൽ നീന്തി നടക്കും വെള്ളിയപ്പക്കഷ്ണം, ചന്ദ്രൻ അല്ലെങ്കിൽ അമ്പിളിമാമൻ. ചന്ദ്രൻ. നീലക്കടലിൽ നീന്തി നടക്കും വെള്ളിയപ്പക്കഷ്ണം ചന്ദ്രൻ. ഓക്കെ, അപ്പോൾ സൂര്യനെ കുറിച്ച് പറഞ്ഞു, നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, മഴവില്ലിനെ കുറിച്ച് പറഞ്ഞു, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു. മനസ്സിലായോ? യെസ്. അപ്പോൾ എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതുക. ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുന്ന ആശയത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എക്സാം എല്ലാവരും നല്ലതുപോലെ എഴുതുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.